ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇത്തിരി സീരിയസ് ആണ്. നിങ്ങൾക്ക് തമ്മിലും ടൈറ്റിലൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നത്തിങ് ടു വേ ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ് ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ അതെന്താ സംഭവം, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ചുപേര് മെസ്സേജ് കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇനി ഈ കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യമേ പറയാണ്, റിയൽ ലൈഫിൽ ഈ ഫോൺ പൊട്ടുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം പല ഇൻഫർമേഷൻ സോഴ്സസ് നിന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ കൺസോളിഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ആ ഫോൺ ബ്ലാസ്റ്റ് ആയ പ്രശ്നത്തിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ആ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കൂടി ഈ വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്തോളാം. ഈ പെർട്ടിക്കുലർ ഫോണിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. ഈ ബാറ്ററി ഇഷ്യൂ, ബാറ്ററി പ്രോബ്ലം, ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇപ്പൊ തുടങ്ങിയ കാര്യമൊന്നുമല്ല, മുന്നേ ഉള്ളതാണ്. അത് നിങ്ങൾക്കും അറിയാം, ഇൻക്ലൂഡിങ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ ഇപ്പൊ പീക്ക് സമ്മർ ആണ്. നോർത്തിൽ ഈ സമയം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറഞ്ഞാൽ നല്ല പീക്ക് സമ്മർ ആണ്. നല്ലോണം ടെമ്പറേച്ചർ ഹൈ ആവുന്ന ഒരു സമയമാണ്. ഒരാള് അയാളെ ഭാര്യനെ കാണാൻ വേണ്ടിയിട്ട് എവിടെയോ പുറത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ കയ്യിലുള്ളത് നത്തിങ് ടു ആയിരുന്നു. അത് ഓവർ ഹീറ്റ് ആവുന്നുണ്ടെന്ന് മനസ്സിലായപ്പം അയാൾ പാനിക് ആയിട്ട് ഈ ഫോൺ വലിച്ചെറിഞ്ഞു. വീണ സ്ഥലത്ത് നിന്ന് അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പുകയൊക്കെ വരാൻ തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അത് ബ്ലാസ്റ്റ് ആയി. ഇതാണ് സംഭവിച്ചത്. ഈ ഫോൺ അണ്ടർ വാറന്റിയിലായതുകൊണ്ട് അയാൾ ഇത് എടുത്തിട്ട് സർവീസ് സെന്ററിൽ പോയി. അപ്പൊ സർവീസ് സെന്ററുകാർ പറഞ്ഞു ഇതിലെന്തോ ഫിസിക്കൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വാറന്റിയിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചയച്ചു. ഫോൺ ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ വരെയുള്ള കാര്യം കറക്റ്റ് ആണ്. കാരണം അയാൾ ഒരു ഇൻഫ്ലുവൻസറോ അങ്ങനെ ഒന്നും അല്ല. അയാൾക്ക് ഫോൺ ബ്ലാസ്റ്റ് ആക്കിയിട്ട് ഇത് ഫോൺ ബ്ലാസ്റ്റ് ആയി എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടാനോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പം പൈസ കൊടുത്ത് വാങ്ങിയ ഒരു സാധനം ആരും കത്തിച്ചോ ബ്ലാസ്റ്റ് ചെയ്തോ കാണിക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അധികം ക്ലിയർ അല്ല. കാരണം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഓരോരോ കഥ ഉണ്ടാക്കി പറയുന്നതാണോ ഒന്നൊന്നും നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൺഫേം ആവാത്ത കാര്യങ്ങൾ പറയുന്നതിൽ കാര്യമില്ല. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം ഒന്ന് ഡൈസെക്ട് ചെയ്ത് ചിന്തിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്പനി, അതിപ്പോ ഏത് ബ്രാൻഡ് ആയാലും, അതിലത്തെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലില് കസ്റ്റമേഴ്സിനോട് ഇടപഴകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള സ്ഥലമാണ് ഈ സർവീസ് സെന്റർ. അവർ മോസ്റ്റ്ലി ഒരു കാര്യം സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നതല്ല. അവർക്ക് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ഒരു സിറ്റുവേഷനിൽ അവർ എന്താണ് പറയേണ്ടത് എന്ന് അവർക്ക് മുന്നേ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അതിപ്പോ ഏത് കമ്പനി ആയാലും നമ്മൾ ഒരു ഫോൺ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അവർ ബേസിക് ആയിട്ട് കുറച്ച് ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നോക്കും. അപ്പം അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വാറന്റിയിലാണെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മോസ്റ്റ്ലി ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഫിസിക്കൽ ഡാമേജ് പറ്റിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് മോസ്റ്റ്ലി അവർ നമ്മളെ പറ്റില്ല എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾ ബുക്കും സംഭവങ്ങളൊക്കെ ഓരോരോ കമ്പനിക്കും ഡിഫറെന്റ് ആണ്. ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, എന്നാലും ഡിഫറെന്റ് ആയിരിക്കും. അതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിലോ അങ്ങനെ എന്തെങ്കിലും മൊബൈൽ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ, ആ ചെറിയ അക്ഷരത്തിൽ എഴുതിയ സാധനം ആരും വായിച്ചു നിൽക്കാൻ പോവില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പഞ്ചാബിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു സാംസങ്ങിന്റെ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മോസ്റ്റ്ലി എല്ലാ സമയത്തും ഈ ഹീറ്റിംഗ് ഇഷ്യൂസ് ആയിരുന്നു. ആ ഹീറ്റിംഗ് ഇഷ്യൂ കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ചില സമയത്ത് അതിൽ സിം കാർഡ് നോട്ട് ഇൻസേർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും. എന്ന് വെച്ചാൽ സിം കാർഡ് അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ അത് സിം ഡിറ്റക്ട് ചെയ്യുന്നില്ലായിരുന്നു. പലപ്പോഴും എനിക്ക് ആരെയും വിളിക്കണമെങ്കിൽ ഞാൻ ഫ്രണ്ട്സിന്റെ വൈഫൈ വെച്ചിട്ട് വാട്സ്ആപ്പ് കോളൊക്കെ ആയിരുന്നു ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഹീറ്റിംഗ് ഇഷ്യൂന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. കുറച്ചുകൂടെ പറഞ്ഞില്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻസും റൂൾ ബുക്കും സംഭവങ്ങളൊക്കെ അത് ഓരോരോ കമ്പനിക്കും ഡിഫറെന്റ് ആണ്. ഇനി ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഓരോരോ പ്രൊഡക്റ്റിലും ഓരോരോ മോഡലിലും ഡിഫറെന്റ് ആയിരിക്കും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ സാംസങ്ങിന്റെ ഫോണിന് ഒരു പ്രാവശ്യം സ്ക്രീൻ പൊട്ടിയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്തിരുന്നു. എന്റെ ഗ്ലാസിന് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഡിസ്പ്ലേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മോഡൽ ഇതായതുകൊണ്ട് അതിന് പറ്റില്ല, ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല. ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, അതായത് S സീരീസിലത്തെ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് മാത്രം മാറ്റാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതായത് ഫുൾ സ്ക്രീൻ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ അല്ല വേറെ മോഡൽസിന്റെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഓരോരോ കമ്പനിക്കും ഡിഫറെന്റ് ആണ്. ആ കമ്പനിയിൽ ഓരോ പ്രൊഡക്റ്റിനും ഡിഫറെന്റ് ആണ്, ഓരോ മോഡലിനും ഡിഫറെന്റ് ആണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഗ്യാരണ്ടി എവിടെയൊക്കെ അപ്ലിക്കബിൾ ആണ്, എവിടെയൊക്കെ അപ്ലിക്കബിൾ അല്ല എന്നുള്ളത്. അപ്പൊ ഇത്രയും ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് നമ്മുടെ ഫോണിന്, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ഫോണിനെ എങ്ങനെ നമുക്ക് അണ്ടർ വാറന്റിയിൽ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അധികം ഒന്നും പറ്റാതെ നമുക്ക് ഈ പീരീഡ്, അതായത് എത്ര വർഷം നമുക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമോ അത് എക്സ്പാൻഡ് ചെയ്യാം എന്ന് നമുക്ക് സംസാരിക്കാം. ഇൻ ടേംസ് ഓഫ് ബാറ്ററി, അത് ബാറ്ററി ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഈ ബാറ്ററിയിലത്തെ ഈ ഹീറ്റിംഗ് ഇഷ്യൂ അല്ലെ ബ്ലാസ്റ്റ് ആവുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ തിരി പഠിക്കാം. ബേസിക്കലി ഒരു ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. പുതിയ ബാറ്ററിയിൽ ഇന്നോവേഷൻസ് വന്നുകൊടുക്കുന്നുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററി ഒക്കെ ഇറക്കുന്നുണ്ട്. അതിൽ ഇത്തിരി കൂടെ കോമ്പാക്ട് ബാറ്ററി ആയിരിക്കും, കൂടുതൽ mAh കിട്ടും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കറന്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലിഥിയം അയൺ ബാറ്ററിനെ കുറിച്ചാണ്. വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, ബാറ്ററി നമ്മൾ കാണുമ്പോൾ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാവും. അതായത് അതിനെ കവർ ചെയ്യുന്ന ഒരു സാധനം, അതിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും. ഈ രണ്ട് സാധനത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ടാവും. ഇത്രയാണ് ഉണ്ടാവുക. അപ്പം ഈ പറഞ്ഞ ഓരോരോ, അതായത് സെപ്പറേറ്റ് ചെയ്യുന്ന ലെയർ ആയാലും ഇലക്ട്രോഡ് ആയാലും എല്ലാ സംഭവങ്ങളും നാച്ചുറലി ഡീഗ്രേഡ് ആവും. ആ ഡീഗ്രേഡ് ആവുന്നതിന്റെ കൂടെ തന്നെ ഈ ബാറ്ററിന്റെ ബാറ്ററി ലൈഫും കുറഞ്ഞു വരും.
അത് നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ചില സമയത്ത് ഇത് എക്സ്പോണൻഷ്യൽ റേറ്റിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ അൺഫേവറബിൾ കണ്ടീഷൻസ്, അതായത് ഓവർ ഹീറ്റിംഗ്, അതായത് പ്രോസസ്സർ കൂടുതൽ ഒരു ലിമിറ്റിലല്ലേ ഒരു പ്രോസസ്സറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഓൾറെഡി പുറത്തത്തെ ഹീറ്റിംഗ് ഉള്ളിലോട്ടേക്ക് വരികയും ചെയ്യും. ഈ ഉള്ളിലുള്ള സാധനങ്ങൾ ഡീഗ്രേഡ് ആയി അതിൽ നിന്നും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. അതായത് ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് ഈ പറഞ്ഞ റിയാക്ഷൻ മൊത്തം നടക്കുന്നത്. ഈ ഉണ്ടാവുന്ന ഹീറ്റിനെ പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു റിയാക്ഷൻ നടക്കും. അതിന്റെ പേരാണ് തെർമൽ റൺഅവേ. അതായത് ഇതിനുള്ളിൽ കിടന്ന് ഹീറ്റ് എനർജി ഇതിന് പുറത്തു പോകാൻ പറ്റാണ്ട് കുറെ നേരം നിന്ന് അവസാനം ഇതങ്ങ് ബ്ലാസ്റ്റ് ആവും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ഏത് ബാറ്ററിക്ക് സംഭവിക്കാം. ലിഥിയം അയണിന്റെ കാര്യമാണ് പറയുന്നത്. ഏത് ബാറ്ററിക്ക് സംഭവിക്കാം. കാരണം എല്ലാം ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഏത് ബ്രാൻഡ് ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന ബാറ്ററി ഒരു കെമിക്കലിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കെമിക്കൽ ആയിടത്തോളം കാലം അതിൽ എപ്പോഴും ഒരു അൺസർട്ടനിറ്റി പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അതിന് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനിലോട്ടേക്ക് മാറണം എന്നുള്ളത്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് നോർമൽ ഹീറ്റിങ്ങോ ഓവർ ഹീറ്റിങ്ങോ നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പം അറിയുന്നതായിരിക്കാം, അതുകൊണ്ട് ബോറിംഗ് ആയിട്ട് തോന്നാം. പക്ഷെ ചില കാര്യങ്ങൾ അറിയാത്തതും ഉണ്ടാവാം. എന്തായാലും ഈ പറയേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നിക്കൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാണ്. ഏറ്റവും നല്ല പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ടേൺ ഓഫ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങ് ഇടുക. അത് ഒന്ന് തണുക്കിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഈ ടേൺ ഓഫ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, നമുക്ക് മൊബൈൽ ഉപയോഗിച്ചേ പറ്റൂ എന്നാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണം. പക്ഷെ ബാക്കി ഡാറ്റ സംഭവത്തിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ ഇടാം. അല്ലെങ്കിൽ GPS, വൈഫൈ, ബ്ലൂടൂത്ത്, ഡാറ്റ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഓഫ് ആക്കി ഇടുക. പിന്നെ ബ്രൈറ്റ്നസ് കുറച്ച് വെക്കുക. ഡാർക്ക് മോഡിൽ ഇടാൻ പറ്റുമെങ്കിൽ ഡാർക്ക് മോഡിലും ഇടുക. ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്സ് ഓഫ് ആക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാക്ക് കവർ റിമൂവ് ചെയ്ത് വെക്കുക. പിന്നെ പ്രൊസസ്സറിനെ കൊണ്ട് ഓവർലോഡ് ചെയ്യിപ്പിക്കുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കുക. പിന്നെ എൻ്റെ വക ഒരു പ്രോ ടിപ്പ് തരാം. പക്ഷെ ആക്ച്വലി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. എൻ്റെ കയ്യിൽ വീട്ടിലത്തെ ഒരു പഴയ മൊബൈൽ ഉണ്ടായിരുന്നു, Redmi Note 4. അത് എപ്പോഴും ഇങ്ങനെ ഹീറ്റ് ആവുമായിരുന്നു. അപ്പം ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് എടുത്ത് കഴിഞ്ഞാൽ അത് തണുത്തിട്ടുണ്ടാവും. അത് പിന്നെയും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആക്ച്വലി ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് പോലെ തന്നെയാണ് എക്സ്ട്രീം കോൾഡ് ടെമ്പറേച്ചറും ഇതിന് പാടില്ല. കാരണം കെമിക്കലാണ്, ഇതിന് എക്സ്ട്രീം കണ്ടീഷൻസ് പറ്റില്ല. പിന്നെ ചാർജ് ചെയ്തുകൊണ്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ചൂടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കുക. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാതിരിക്കുക. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ കറന്റ് മൊബൈൽ ചൂടാവുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇനി ലോങ് ടേമിലി ഈ ഫോൺ ചൂടാവുന്നത് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്ന് സംസാരിക്കാം. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്ന ചാർജർ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ചാർജർ ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈൽ എത്ര വാട്ട് സപ്പോർട്ട് ചെയ്യും അതിനനുസരിച്ചുള്ള ചാർജർ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കേബിളും. പിന്നെ ബ്രാൻഡഡ് സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് പല ഫേക്ക് പ്രൊഡക്ട്സും വിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഈ വയറൊക്കെ കറക്റ്റാ ബ്രാൻഡഡ് സാധനമൊക്കെയാ, പക്ഷെ വയർ അറ്റത്തുനിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതിന് ഇൻസുലേഷൻ പോയിട്ടുണ്ട്, അതിലത്തെ 2-3 കമ്പി പുറത്തോട്ട് ചാടി നിൽക്കുന്നു. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കുക. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ റിസൾട്ട്സ് അല്ല ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഇത് ചാർജ് ചെയ്യാൻ സമയം എടുക്കും, ചിലപ്പോൾ ചാർജ് ആവുന്നും കൂടെ ഉണ്ടാവില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസിനും സാധ്യതയുണ്ട്. പിന്നെ ചൂടുള്ള സ്ഥലത്ത് ഈ മൊബൈൽ കൊണ്ട് ഉപയോഗിക്കാതിരിക്കുക. അതായത് ഡയറക്റ്റ് സൺലൈറ്റിൽ പോകാതിരിക്കുക. പിന്നെ അഥവാ ഡയറക്റ്റ് സൺലൈറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നിട്ട് ഷെയ്ഡിലോട്ടേക്ക് മാറി നിന്ന് മൊബൈൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെ പിന്നെ വേറെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് ഹീറ്ററിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുന്നതും കുറയ്ക്കുക. പിന്നെ നമുക്ക് പല ഗാഡ്ജറ്റ്സും കിട്ടും ഈ മൊബൈൽ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ബാക്ക് കവർ വിത്ത് ഫാൻ. അതിന്റെ എഫിഷ്യൻസിനെ കുറിച്ച് എനിക്ക് ഇപ്പം കറന്റ് അറിയില്ല, ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഫോൺ കവറിൽ അറ്റാച്ച് ചെയ്യാനുള്ളയും ബാക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ളയും ഫോൺ സ്റ്റാൻഡും അങ്ങനെയൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ചാർജർ പറഞ്ഞ പോലെ തന്നെയാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് നിങ്ങൾക്ക് പറ്റുന്ന വോട്ടിന്റെ മാത്രം ഉപയോഗിക്കുക. അതും ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. അതുപോലെ പവർ ബാങ്ക് ഇപ്പോൾ വയേർഡ് ആണെങ്കിൽ ആ വയറ് നല്ലതാണോ, അതിന്റെ കണ്ടീഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. ഓവർനൈറ്റ് ചാർജ് ചെയ്യാതിരിക്കുക. ഓവർനൈറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വേറെ വീഡിയോ ഇടണോ ഇല്ലെങ്കിൽ തന്നെ പറയണോ? അവസാനം പറയാം. ഓവർനൈറ്റ് മൊബൈൽ ചാർജ് ചെയ്യാതിരിക്കുക. അതായത് രാത്രി ഉറങ്ങുമ്പോൾ മൊബൈൽ കണക്ട് ചെയ്ത് വെച്ച് രാവിലെ ആകുമ്പോഴത്തേക്ക് ഫുൾ ചാർജ് ആവുമല്ലോ എന്ന് വിചാരിച്ച് കണക്ട് ചെയ്യാതിരിക്കുക. ബാറ്ററി പെർസെൻറ്റേജ് 25%-നേക്കാട്ടും കുറവ് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ 100% നമ്മൾ ചാർജ് ചെയ്തു, അത് കഴിഞ്ഞ് 80% ആകുമ്പോൾ അടുത്ത ഒന്നും കൂടെ ചാർജ് ചെയ്ത് നമുക്ക് 100 ആക്കാം. പിന്നെ ഒരു 75 ആകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്ത് ഒന്നും കൂടെ 100 ആക്കാം. അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് ഫ്രീക്വൻറ്റ് ആയിട്ട് മൊബൈൽ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. ഒരു 25% ഒക്കെ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കുക. പിന്നെ വേറൊരു കുഴപ്പം പിടിച്ച സാധനമാണ് ഈ ബാക്ക് കവർ. ഈ ബാക്ക് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂട് കാലത്ത് ഒരു സ്വെറ്റർ ഇട്ടിരുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ ചൂട് കാലത്ത് മൊബൈലിന് ഒരു ബൾക്കി ആയിട്ടുള്ള ബാക്ക് കവർ പിടിപ്പിച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ബാക്ക് കവർ കൊണ്ട് അത്യാവശ്യം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ ബാക്ക് കവർ ഊരുക. പിന്നെ ബൾക്കിയും ഫാൻസി ആയിട്ടുള്ള ബാക്ക് കവർ അധികം ഉപയോഗിക്കാതിരിക്കുക. കാരണം പിന്നെ ലോങ് റൺ ഇത് നിങ്ങളുടെ മൊബൈലിൽ അത്യാവശ്യം ഉപദ്രവിക്കുന്നുണ്ട്.
അപ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് ബാക്ക് കവർ ഇടാതെ മൊബൈൽ ഉപയോഗിക്കുക. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ടൈറ്റാനിയം സെറാമിക് ബാക്കും ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് ബാക്ക് കവർ ഇടാതെ ഉപയോഗിക്കാം. പക്ഷേ ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ചൂട് കൊണ്ട് ചാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ താഴെ വീണ് പൊട്ടിച്ചാവും. ഈ രണ്ട് എക്സ്ട്രീമിലോട്ടേക്കും പോകാതെ ഒരു നോർമൽ ആയിട്ടുള്ള കേസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യുമ്പം ഒന്നും വെച്ച് കവർ ആവാതെ സൂക്ഷിക്കുക. അതായത് പുതപ്പോ തലയണയോ അല്ലെ ബുക്കോ അങ്ങനെയൊന്നും വെച്ച് കവർ ആവാതെ അത്യാവശ്യം എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് മൊബൈൽ ചാർജ് ചെയ്യുക. ഇനി ഇത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന 2-3 സിംറ്റംസ് പറഞ്ഞുതരാം. ഒന്ന്, വല്ലാണ്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്ന സിറ്റുവേഷൻ. ഈ മൊബൈൽ ഓവറായിട്ട് ചൂടാവാൻ എടുക്കുന്ന എനർജി ബാറ്ററിന്നാണ് വരുന്നത്. അപ്പം ചൂടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ബാറ്ററിയും ഡ്രെയിൻ ആവുന്നുണ്ടാവും. അപ്പം ബാറ്ററി വല്ലാണ്ട് ഡ്രെയിൻ ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് ഡിറ്റോറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ സിംറ്റം ആയിരിക്കും. വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ ആപ്പ് അങ്ങ് ഷട്ട് ഡൗൺ ആവും. എന്നിട്ട് ദിസ് ആപ്പ് ഇസ് നോട്ട് റെസ്പോണ്ടിങ്, വെയിറ്റ് ഓർ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ എഴുതി കാണിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ UI നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷനിലും ബാറ്ററിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സർ അത്യാവശ്യം കൂടുതൽ പണിയെടുത്ത് അതിനെന്തോ പ്രശ്നം പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങളെ മൊബൈൽ താഴെ വീണ് കഴിഞ്ഞാൽ ബാറ്ററിക്ക് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ബാറ്ററിൻ്റെ സ്ട്രക്ചർ, അതിൽ ഈ സെപ്പറേറ്റിംഗ് ലെയറോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ലെയറിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് പറ്റിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രീം കണ്ടീഷൻസിൽ പോവുകയാണെങ്കിൽ ഫോണിൽ എന്തെങ്കിലും പോപ്പിംഗ് സൗണ്ടോ അല്ലെങ്കിൽ സ്വെല്ലാവുന്ന പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തി മണക്കുന്ന പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ മൊബൈൽ ഷട്ട് ഡൗൺ ചെയ്യുക. അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത്തിരി ദൂരത്തേക്ക് മാറ്റി വെക്കുക. മൊബൈൽ എറിയാതിരിക്കുക. എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം സിറ്റുവേഷൻ വേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ കൂൾ ഡൗൺ ആവും, എല്ലാ പ്രശ്നങ്ങളും തീരേണ്ടത് ചിലപ്പോൾ നിങ്ങളൊരു ബ്ലാസ്റ്റ് നടത്തി തീർക്കും. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ കയ്യിൽ ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ ഉണ്ട്, അത് ഓവർ ഹീറ്റ് ആവുമായിരുന്നു എന്ന്. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 2 മാസം മുന്നേ ഹീറ്റിംഗ് ഉണ്ടാവുമായിരുന്നു, എന്നാലും ഫുള്ളി ഫങ്ഷണൽ ആയിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാൻ തുടങ്ങി, പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവാൻ തുടങ്ങി, ചാർജ് വേഗം ഡ്രെയിൻ ആവാൻ തുടങ്ങി. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പം ഇതിൽ സിം കാർഡ് തീരെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചില സമയത്ത് അത് 2-3 പ്രാവശ്യം ഫ്ലൈറ്റ് മോഡിലോ അല്ലെങ്കിൽ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിം ഡിറ്റക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇത് എത്ര ആക്റ്റീവും ആവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഇത് വൈഫൈയും ഡിറ്റക്ട് ചെയ്യുന്നത് നിർത്തി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ വീർത്ത് വന്നതാണ് ഞാൻ കണ്ടത്. അപ്പം ഇത് ഒരു സിംറ്റം ആട്ടോ. നിങ്ങൾ മൊബൈൽ ഇതിപ്പം 2-3 വർഷം പഴക്കമുള്ള മൊബൈലാണ്, അതിൽ വരെ ഇങ്ങനെ ബാറ്ററി സ്വെല്ലിംഗ് പ്രോബ്ലം ഉണ്ട്. അപ്പം നിങ്ങൾ ബാറ്ററി ചെറുതായിട്ടൊന്ന്, അതായത് ബാക്ക് കവർ ഇത്തിരി ഒന്ന് ചെറുതായിട്ട് ബൾജാവുന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇതൊരു പ്രാവശ്യം സർവീസ് സെന്ററിൽ കൊണ്ടുപോയൊക്കെ ശരിയാക്കിയതായിരുന്നു, അവരെ ഒട്ടിച്ചതായിരുന്നു. ഇത് ബാക്കിലത്തെ പാനൽ മൊത്തമായിട്ട് ഇളകി വന്നായിരുന്നു. അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബാറ്ററിക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഡയറക്റ്റ്ലി സർവീസ് സെന്ററിൽ തന്നെ കൊണ്ട് കാണിക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈലിലെ ബാറ്ററി അല്ല വേറെ എന്ത് പ്രശ്നമാണെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം കൊണ്ടേ റിപ്പയർ ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിപ്പം ഓതറൈസ്ഡ് ഉള്ള സ്ഥലത്തൊക്കെ തന്നെയാണ് കൊണ്ടുപോയത്, പക്ഷെ എന്നാലും ഇതിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പ്രോ ടിപ്പ്, ഓവർനൈറ്റ് നിങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. ഈ പറയുന്നതിൽ ഒരു സാധനം പ്രോ ടിപ്പ് ഒന്നല്ല കേട്ടോ. ഒന്ന്, ബാറ്ററി സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പുതിയ ഇറങ്ങിയ മൊബൈലൊക്കെ ആണെങ്കിൽ അതിൽ എത്ര % വരെ മാക്സിമം ചാർജ് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 85%, 80% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ % കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ കണക്റ്റഡ് ആണെങ്കിൽ കൂടെ ചാർജ് ആവില്ല. പിന്നെ നിങ്ങൾ സാംസങ് യൂസർ ആണെങ്കിൽ അതിൽ ബിക്സ്ബി റുട്ടീൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്സ്ബി ഒച്ചത്തിൽ വിളിച്ച് പറയും, ബാറ്ററി ഫുൾ ചാർജ്, പ്ലീസ് അൺപ്ലഗ് യുവർ ചാർജർ എന്ന്. അപ്പം നിങ്ങൾ ഉറക്കത്തിലാണെങ്കിലും ഞെട്ടി എണിച്ചിട്ട് അത് അൺപ്ലഗ് ചെയ്യും. പിന്നെ ഞാൻ പ്രോ ടിപ്പ് അല്ലാതെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മൊബൈൽ ചാർജിന് കുത്തുമ്പോൾ അതിൽ കാണിക്കുമല്ലോ എത്ര മിനിറ്റ് കഴിഞ്ഞാൽ അത് ചാർജ് ആയി കഴിഞ്ഞിട്ടുണ്ടാവുന്നു. അപ്പം അതിനനുസരിച്ച് അലാറം വെച്ചിട്ട് അലാറം അടിയുന്ന സമയത്ത് അതങ്ങ് ഓഫാക്കി ഇടുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ വേണ്ടവർക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ കമന്റ് ഇട്ടോ അടുത്ത ഏതാ വീഡിയോ വേണ്ടത്, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇനി ഈ വീഡിയോന്റെ ഫോളോ അപ്പ് വീഡിയോ വേണമെങ്കിൽ അത് പറയുക. ഇനി എന്ത് വീഡിയോസ് ആണ് ഇറക്കേണ്ടതെന്ന് കമന്റ് പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.